പുറപ്പാട് പുസ്തകം 7-ാം അധ്യായം निर्गमन का पुस्तक 7वां अध्याय അതിന്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെയാ പറയുന്നത്. उसका पहला पद कहता है, യഹോവ മോശയോട് പറയാണ്, यहोवा मूसा से कहते हैं, നോക്കൂ, ഞാൻ നിന്നെ ഫറവോന് ദൈവമാക്കിയിരിക്കുന്നു. सुन, मैं तुझे फिरौन के लिए परमेश्वर सा ठहराता हूँ. ആമേൻ. आमीन. ഞാൻ നിന്നെ ഫറവോന് ദൈവമാക്കിയിരിക്കുന്നു. मैं तुझे फिरौन के लिए परमेश्वर सा ठहराता हूँ. അപ്പോൾ ഇത് യഹോവ മോശയോട് പറയുന്ന ഒരു ഭാഗമാണ്. ये यहोवा ने मूसा से कही हुई बातें हैं जो हमने सुना है. അപ്പം മോശയോട് പറയാണ്, ഞാൻ നിന്നെ ഫറവോന് ദൈവമാക്കിയിരിക്കുക. और मूसा से परमेश्वर ने कहा कि मैं तुझे फिरौन के लिए परमेश्वर सा ठहराता हूँ. ഇന്ന് ദൈവത്തിന്റെ മക്കളെല്ലാം വളരെ ശ്രദ്ധയോടെ ചില മിനിറ്റുകൾ നമുക്ക് ദൈവത്തിലായിരിക്കാം. और कुछ पल हम बड़े ध्यान पूर्वक परमेश्वर की उपस्थिति में बने रहें. ഈ ആകാശവും ഭൂമിയും സകല ചരാചരങ്ങളെയും നിർമ്മിച്ച സർവശക്തനായ ദൈവത്തിന്റെ വാക്കുകളാണ് എന്ന് നാം ഓർക്കണം. ഈ വാക്ക് हालेलुया. इन शब्दों को हम ध्यान से देखेंगे. आकाश, पृथ्वी, हालेलुया, पूरे ब्रह्मांड को बनाने वाले परमेश्वर के शब्द हैं जो अभी हमने पढ़ के सुना है. 80 വയസ്സുള്ള മോശയോട് പറയാ, ഞാൻ നിന്നെ ഫറവോന് ദൈവമാക്കിയിരിക്കുന്നു. 80 साल के उस मूसा से परमेश्वर कहते हैं कि मैं तुझे फिरौन के लिए एक परमेश्वर सा ठहराऊंगा. ദിവസങ്ങളിൽ ദൈവമക്കളെ, ദൈവം ചിലയിടത്തൊക്കെ നമ്മളെ ഇങ്ങനെയാണ് ആക്കി വെച്ചിരിക്കുന്നത്. परमेश्वर के प्रियो, कुछ स्थानों में, कुछ जगहों में परमेश्वर ने हमें भी ऐसे ही ठहराया है. നമ്മൾ ദൈവത്തിന് ദൈവമല്ല, हम परमेश्वर के लिए परमेश्वर नहीं, പൈശാചിക മേഖലയുടെ ഇടയിൽ ദൈവം നമ്മളെ ഒരു ചെറിയ ദൈവമാക്കി വെച്ചിരിക്കുന്നത്. मगर शैतान के मंडलियों के बीच परमेश्वर ने हमें भी एक हालेलुया परमेश्वर सा ठहराया हुआ है. ഹല്ലേലൂയ. हालेलुया. ആ ദൈവം എന്ന് പറയുന്ന ആ വാക്കിന്റെ ആഴം എത്രത്തോളം എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. और ये परमेश्वर जो शब्द है, इसकी गहराई, उस शब्द का गहराई जो है आप समझ सकते हैं. നിന്നെ ഒരു ദൂതനാക്കുന്നതെന്നല്ല പറഞ്ഞത്. परमेश्वर ने ये नहीं कहा कि मैं तुझे एक स्वर्गदूत या दूत बनाऊंगा. നിന്നെ ഞാനൊരു ആയുധമാക്കുന്നു എന്നല്ല പറഞ്ഞിരിക്കുന്നത്. परमेश्वर ने ये भी नहीं बोला कि मैं तुझे एक हथियार बनाऊंगा. അതിനേക്കാളും എത്രയോ അപ്പുറത്തൊരു വ്യത്യസ്തമായിരിക്കുന്ന ഒരു വാക്കാണ് ദൈവം മോശയോട് ഉപയോഗിച്ചിരിക്കുന്നത്. मगर उससे भी काफी गहरा और एक सामर्थी पद इस्तेमाल परमेश्वर ने किया है. मूसा से कहा, मैं तुझे एक परमेश्वर ठहराऊंगा. നമുക്കറിയാലോ, സിംഹത്തിൽ നിന്ന് ജനിക്കുന്നതെല്ലാം സിംഹത്തിന്റെ കുഞ്ഞാണ്. हम जानते हैं शेर से जो बच्चे जन्म लेते हैं वो भी शेर होते हैं. കഴുകന്റെ അകത്ത് നിന്ന് ജനിക്കുന്നതെല്ലാം കഴുകന്റെ കുഞ്ഞാണ്. उकाब से जो बच्चे जन्म लेते हैं वो उकाब के बच्चे होते हैं. മനുഷ്യനിൽ നിന്ന് ജനിക്കുന്നതൊക്കെ മനുഷ്യന്റെ കുഞ്ഞാണ്. मनुष्यों से जो जन्म लेते हैं वो मनुष्यों के संतान है. ദൈവത്തിൽ നിന്ന് ജനിക്കുന്നതൊക്കെ ദൈവത്തിന്റെ ആ വലിയ സാന്നിധ്യമുള്ള ദൈവത്തിന്റെ കുഞ്ഞാണ്. उसी प्रकार परमेश्वर से जो जन्म लेते हैं वो परमेश्वर के उपस्थिति से भरे हुए परमेश्वर के संतान है. प्रियो, നാം ദൈവത്താൽ ജനിക്കപ്പെട്ടവരാണ്. हम सब, हमारा जन्म भी परमेश्वर से हुआ है. ദൈവത്തിന്റെ വചനത്താലും അവന്റെ ഇഷ്ടത്താലും അവന്റെ ആത്മാവിനാലും ജനിക്കപ്പെട്ടവരാണ്. परमेश्वर के वचनों के अनुसार, परमेश्वर की इच्छा के अनुसार हमारा जन्म हुआ है. നമ്മളെ ആ ഒരു തലത്തിലാണ് കർത്താവ് ആക്കി വെച്ചിരിക്കുന്നത്. परमेश्वर ने हमें ऐसे एक स्तर पर हालेलुया ठहराया है. പലപ്പോഴും നമ്മുടെ അതിരുകളും നമ്മുടെ അധികാരങ്ങളും നമുക്ക് തിരിച്ചറിയാൻ പറ്റാതായി പോയി. बहुत बार हम अपने अधिकारों को, हालेलुया, अपने सीमाओं को नहीं समझ पा रहे हैं. യഹോവ മോശയോട് പറയുക, ഞാൻ നിന്നെ ഒരു ദൂതനാക്കി വെക്കുന്നു, ഞാൻ നിന്നെ രാജ്യങ്ങളെ പിടിക്കുന്ന ഒരു പ്രവാചകനാക്കി വെക്കുന്നു എന്നല്ല ദൈവം പറഞ്ഞു. അതിനൊക്കെ അപ്പുറത്തൊരു വാക്ക് ദൈവം ഉപയോഗിച്ചത്, ഞാൻ നിന്നെ ഫറവോന് ദൈവമാക്കി വെച്ചിരിക്കുന്നു. यहाँ पर परमेश्वर ने मूसा से ये नहीं कहा कि मैं तुझे हालेलुया एक हथियार बनाऊंगा या अनेकों देशों को पकड़ने के लिए एक भविष्यवक्ता के समान ठहराऊंगा. मगर उससे बढ़कर परमेश्वर मूसा से कहते हैं कि मैं तुझे फिरौन के लिए एक परमेश्वर सा ठहराता हूँ. പ്രിയരെ, നമ്മളോടുള്ള വിളിയും നമ്മുടെ തിരഞ്ഞെടുപ്പും നമ്മളെ ദൈവം ആക്കി വെച്ചിരിക്കുന്ന അധികാരങ്ങളും നമ്മുടെ മേലുള്ള ദൈവത്തിന്റെ ഓരോ പ്ലാനുകളെയും ദൈവമക്കൾ തിരിച്ചറിഞ്ഞ ഈ ദിവസങ്ങളിൽ കാലുവെക്കട്ടെ. परमेश्वर के प्रियो, इन दिनों में प्रभु ने जो हमें बुलाया है, जिस मकसद के लिए प्रभु ने हमें ठहराया है, उन सारे बातों को अच्छे से समझकर, अपने बुलाहट को पहचान कर, अपने हर एक कदमों को इन दिनों में हम रखें. ഹല്ലേലൂയ. आमीन. ദൈവത്തിന്റെ വലിയ പദ്ധതികൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. परमेश्वर की बड़ी योजनाएं हमारे जीवन में पूरे होने जा रही हैं. ഇത് മോശയോട് പറയുമ്പോൾ മോശയ്ക്ക് വയസ്സ് 80 ഉണ്ട്.
जब ये बात मूसा से हालेलुया परमेश्वर कह रहे थे, उस समय मूसा 80 साल का है। 40ാമത്തെ വയസ്സിൽ മോശ ഒരു കാര്യം ചെയ്തു. ആ मूसा മിസ്രൈമിന്റെ मूसा जब 40 साल का था, उस समय उस मिस्र की भूमि में मूसा ने ऐसा काम किया। അവിടെ സംഭവിച്ചത് ദൈവത്തിന്റെ സമയമായിട്ടില്ലായിരുന്നു ഇസ്രായേൽ ജനത്തിന്റെ പുറപ്പാടിന്റെ. देखो वो समय, उस समय परमेश्वर का समय नहीं आया था कि इसराइलियों को मिस्र से जो निकालना था। പക്ഷേ മോശ ഫറവോന്റെ കൊട്ടാരത്തിൽ വളരുന്നത് കൊണ്ട് ആ അധികാരത്തിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യാനൊക്കെ മോശ ശ്രമിച്ചു എബ്രായരുടെ വിടുതലിന് വേണ്ടി. मगर मूसा उस समय फिरौन के उस राजमहल में था, वहां पर रहते समय उस अधिकार में अधिकार का इस्तेमाल करके इब्रानी लोगों के छुटकारे के लिए कुछ काम करने की कोशिश उसने की। മോശ ഓർത്ത് ഞാൻ आ രാജകൊട്ടാരത്തിൽ उള്ളത് കൊണ്ട് എനിക്ക് എബ്രായരെ വിടുവിച്ചെടുക്കാൻ പറ്റും. मूसा ने इस प्रकार सोचा कि मैं इस समय राजमहल में हूं, इस वजह से इब्री लोगों को जो है मैं यहां से बचा सकता हूं। ഫറവോന്റെ കൊച്ചുമകൻ എന്ന നിലയിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ മോശ ശ്രമിച്ചു 40ാമത്തെ വയസ്സിൽ. देखो हालेलुया, फिरौन का पोता होने के उस अधिकार को मूसा ने समझकर 40 उम्र के जब 40 साल के जब मूसा हुए थे, तब लोगों को बचाने की कोशिश उसने की। ഒരു എബ്രായനും ഒരു മിസ്രൈമിനും തമ്മിൽ ഒരു വഴക്കുണ്ടായപ്പോൾ മിസ്രൈമിനെ മോശ കൊന്നു, എബ്രായനെ രക്ഷിച്ചു. हम देखते हैं एक इब्री और एक मिस्री व्यक्ति के बीच में जब लड़ाई होती है, तो मूसा वहां जाकर उस मिस्री व्यक्ति को मार देते हैं और इब्री व्यक्ति को बचा लेते हैं। അവിടെ നടന്ന എബ്രായരും തമ്മിൽ നടന്ന വഴക്കിന്റെ അകത്തൊക്കെ മോശ ഇടപെടാൻ തുടങ്ങി. वहां पर उन इब्री लोगों के बीच में भी जो लड़ाइयां हो रही थी, उनमें भी मूसा हालेलुया शामिल होने की कोशिश करते हैं। ദൈവം പറഞ്ഞു, മോശെ, എബ്രായരുടെ വിടുതലിന് വേണ്ടി മാത്രമാണ് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നത്. परमेश्वर ने मूसा से कहा कि है मूसा, इन इब्री लोगों के छुटकारे के लिए ही है मैंने जो तुझे चुना है। സ്വന്തം അമ്മയെ കൊണ്ട് ദൈവത്തിന്റെ പ്ലാനുകളൊക്കെ ദൈവം പറയിച്ചിട്ടുണ്ട്. देखो हालेलुया, अपनी ही माँ से परमेश्वर की सारी योजनाओं को परमेश्वर ने उसे बताया है। പക്ഷേ 40ാമത്തെ വയസ്സല്ല ആ ടൈം. मगर परमेश्वर ने बोला कि 40 साल का जब तू होगा, वो नहीं है तेरा समय। രണ്ട്, ഫറവോന്റെ രാജകൊട്ടാരത്തിലെ അധികാരങ്ങൾ കൊണ്ട് നിനക്കത് ചെയ്യാനും പറ്റത്തില്ല. और दूसरी बात है, जो तू फिरौन के राजमहल में रहते हुए उन अधिकारों के साथ तू इस काम को नहीं कर पाएगा। പക്ഷെ മോശ കൊട്ടാരത്തിലുള്ള അധികാരവും ആ കൊച്ചുമകൻ എന്നുള്ള രാജാവിന്റെ കൊച്ചുമകൻ എന്നുള്ള ആ വലിയ ഈ കാര്യത്തിന്റെ അകത്ത് നിന്നുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യാൻ ശ്രമിക്കുന്നത്. देखो मूसा जो है उस राजमहल में रह रहा है, वहां के अधिकार को लेकर, साथ ही साथ फिरौन का उस पोता जो एक पद उसको मिला है, उस अधिकार पर खड़े होकर ये सब कुछ करने की वो कोशिश कर रहा है। മക്കളെ അടിമപ്പണി ചെയ്യുന്ന സ്ഥലത്തൂടെ എല്ലാം മോശ നടക്കുക. देखो वहां पर बंदवाई में जो लोग थे, उनके बीच में से होकर मूसा गुजर रहे हैं। എന്നിട്ട് എബ്രായനെതിരെ ആരെയും മിസ്രൈമിന്റെ കൈ ചലിക്കുന്നുണ്ടെങ്കിൽ അവരെല്ലാം മോശ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക. और वहां जाकर वो देखता रहता था कि किसी भी मिस्री व्यक्ति जो है किसी इब्री व्यक्ति को परेशान तो नहीं कर रहे, अगर कर रहे हैं तो मूसा उनके विरोध में बोलता था। പക്ഷേ ദൈവത്തിന്റെ ടൈം ആയിട്ടില്ല. मगर परमेश्वर का समय अभी तक नहीं आया है। ദൈവത്തിന്റെ ടൈം ആയിട്ടില്ല. परमेश्वर का समय अभी तक नहीं आया है। രാജകൊട്ടാരത്തിൽ അധികാരങ്ങൾ കൊണ്ട് അത് ചെയ്യാനും പറ്റത്തില്ല. और ना ही मूसा तो राजमहल के उस अधिकार के साथ इन बड़ी सेवकाई को कर पाएगा। മോശയോട് പറഞ്ഞ, ഇത് മിക്കവാറും നീ ആ രാജ്യത്ത് നിന്ന് ഓടേണ്ടി വരും. परमेश्वर ने मूसा से कहा कि तुझे तो उस देश से वो देश छोड़कर तुझे जाना भी पड़ सकता है। പ്രിയരെ, ദൈവത്തിന്റെ ടൈം ആകാതെ നാം ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങൾക്ക് പിന്നിലും ഹല്ലേലൂയ ഭയങ്കര നഷ്ടങ്ങൾ നമുക്കുണ്ടാകും. परमेश्वर के प्रियो, परमेश्वर के समय से पहले जो कुछ हम अपने आप से करने की काम कोशिश करते हैं, उसमें काफी नाश नष्ट हमारे जीवन में आ सकता है। ദൈവത്തിന്റെ ശക്തി കൊണ്ട് ദൈവസമയത്ത് ചെയ്തെടുക്കേണ്ട ശുശ്രൂഷകൾ ദൈവത്തിന്റെ ടൈം ആകാതെ നമ്മുടെ ആഗ്രഹം കൊണ്ട് ആ സമയത്തിലെ നമ്മുടെ ചില മനുഷ്യനോടുള്ള സഹതാപങ്ങൾ കാരണം നമ്മുടെ ശക്തി വെളിപ്പെടുത്തി നാം ചെയ്യാൻ ശ്രമിക്കുന്നിടത്തെല്ലാം പരിണത ഫലം മോശയ്ക്ക് 40ാമത്തെ വയസ്സ് സംഭവിച്ചതായിരിക്കും. കാര്യം ചിലതൊക്കെ വിട്ട് നാം ഓടേണ്ടി വരും. देखो हालेलुया, परमेश्वर के समय से पहले यदि हम अपनी शक्ति से, अपने बल से या दूसरों की मदद करने के लिए यदि कोशिश करते भी है, तो जिस प्रकार मूसा के जीवन में हुआ, 40 साल का जब होता था वो अपने देश को छोड़कर भागना पड़ा, वैसे अनुभव भी हमारे जीवन में आ सकते हैं। ഈ ദിവസങ്ങളിൽ ചില ജനത്തെ വിടുവിക്കണമെങ്കിൽ, ചില കാര്യങ്ങൾ കർത്താവ് നമ്മളിലൂടെ ചെയ്യണമെങ്കിൽ,
यदि इन दिनों में लोगों को बचाना है, परमेश्वर के कामों को प्रभु को हमारे जीवन के द्वारा यदि करना है, ഒരുപക്ഷെ ദൈവത്തിന്റെ വിളിയും തെരഞ്ഞെടുപ്പും ഒക്കെ നമ്മുടെ മേലുണ്ട്. हो सकता है कि परमेश्वर की बुलाहट और परमेश्वर का चुनाव सब कुछ हमारे ऊपर है. രണ്ട് കാര്യം നമ്മുടെ കൂടെ ഒരുമിച്ച് ചലിക്കണം. ഒന്ന് ദൈവത്തിന്റെ ടൈം, രണ്ട് ദൈവത്തിന്റെ ശക്തി. और दो बातों को हमारे जीवन में एक साथ आना होगा प्रियो, वो है परमेश्वर का समय और दूसरा है परमेश्वर की सामर्थ. കാര്യം മോശ തന്നോട് തന്റെ അമ്മയാ തന്നെ വളർത്തിയത് കൊണ്ട് ഇതെല്ലാം മോശയെ പറഞ്ഞു കേൾപ്പിച്ചിട്ടുണ്ട്. देखो, मूसा की माँ ही थी जिसने हालेलुया मूसा का पालन पोषण किया. इस वजह से उस माँ ने मूसा से ये सारी बातें उसको अच्छे से समझाया है, बताया है. അതുകൊണ്ട് എബ്രായൻ എന്ന് പറഞ്ഞാൽ മോശയുടെ രക്തം തിളയ്ക്കും. इसलिए इब्री लोगों के लिए हालेलुया मूसा जो है हमेशा तत्पर रहते थे. ഞാൻ മിസ്രൈമിലെ കൊട്ടാരത്തിലെ രാജാവിന്റെ ആഹാരം കഴിച്ചാ ജീവിക്കുന്നെങ്കിലും मिस्र देश के राजा के राजमहल में हालेलुया मूसा जी रहा है, उसके बावजूद भी മോശ തന്റെ ജനം എന്ന് പറഞ്ഞാൽ മോശയ്ക്ക് അത്രയും ഇഷ്ടമായിരുന്നു. मगर मूसा को अपने लोग जब वो कहते हैं तो उनसे काफी वो उसका लगाव था, काफी प्रेम मूसा करता था. ആ 40-ാമത്തെ വയസ്സിൽ തനിക്ക് ലഭിച്ച ആ അംഗീകാരങ്ങളും അധികാരങ്ങളും ഉപയോഗിച്ചുകൊണ്ട് താൻ എബ്രായന്റെ വിടുതലിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നു. इसलिए 40 साल के जब मूसा हुए उस समय जो अधिकार हालेलुया जो पद मूसा को मिला हुआ था, उसके आधार पर इब्री लोगों के बचाव के लिए, छुटकारे के लिए वो कोशिश करता रहा. ദൈവത്തിന്റെ ടൈം ആകാത്തതുകൊണ്ട്, मगर परमेश्वर का समय वो नहीं था प्रियो. മോശയുടെ ശക്തി അവിടെ വെളിപ്പെടുത്തിയതുകൊണ്ട് मूसा ने अपनी ताकत वहां पर प्रकट करने की कोशिश की. പരിണതഫലം ആ ദേശം വിട്ട് കിലോമീറ്ററുകൾ തനിക്ക് ഓടേണ്ട വന്നു. इस वजह से क्या होता है, मूसा को उस देश को छोड़कर काफी दूर किसी देश में जाना पड़ा. 80-ാമത്തെ വയസ്സിൽ ആടുകളെ മേയിച്ചുകൊണ്ട് ഹോരോബിന്റെ പർവ്വതത്തിന്റെ താഴ്വരയിൽ വരുമ്പോൾ 80 साल के जब मूसा हुए उस समय होरेब के पर्वत के तराई में अपने भेड़ बकरियों को चराते हुए जब वो वहां पर आए थे, ദൈവം അല്ലിയ ആ മുൾപ്പടപ്പിൽ മോശയ്ക്ക് പ്രത്യക്ഷനാകുക. परमेश्वर उस कांटेदार झाड़ियों में आग के समान प्रकट होते हैं. ദൈവം മോശയോട് പറയുക, परमेश्वर ने मूसा से कहा, ഞാൻ നിന്നെ മിസ്രൈമിലേക്ക് അയക്കാൻ പോകുന്നു. मैं तुझे दोबारा मिस्र देश में भेजने जा रहा हूँ. ഇസ്രായേലിന്റെ നിലവിളി ഞാൻ കേൾക്കുക, इसराइलियों की पुकार को मैं सुन रहा हूँ, അവരുടെ കഷ്ടത ഞാൻ കാണുക. उनके क्लेशों को मैं देख रहा हूँ. മോശ ദൈവത്തോട് പറയുന്നു, എന്റെ ബ്രദറിനെ നീ അയക്കണം ഇതിനു വേണ്ടി. मूसा ने परमेश्वर से कहा कि अब तू मेरे भाई को वहां भेज. കാര്യം 40-ാമത്തെ വയസ്സിൽ ഈ ജനത്തെ വിടിവിപ്പാൻ ഞാനൊരു ശ്രമം നടത്തിയതാ. क्योंकि 40 साल का जब मैं था तब इन लोगों को छुड़ाने की मैंने कोशिश की थी. അന്ന് ഞാൻ വിവാഹം പോലും കഴിച്ചിട്ടില്ലായിരുന്നു. उस दिन तो उस समय तो मैंने शादी भी नहीं की हुई थी. എനിക്ക് അന്ന് പരിണത ഫലമായിട്ട് സംഭവിച്ചത് എനിക്ക് ആ ദേശം വിടേണ്ട വന്നു. मगर उस समय में जो कुछ मैंने करा और करने की कोशिश की, उसकी वजह से मुझे वो देश भी छोड़ना पड़ा है. ഈ 80-ാമത്തെ വയസ്സിൽ ദൈവമേ എന്നെ അതിനു വേണ്ടി അനുവദിക്കരുത്. मगर अब मैं 80 साल का हो चुका हूँ, उस काम को करने के लिए दोबारा मुझे मत भेज. എനിക്ക് അതിനുള്ള കഴിവില്ല. मेरे में उसके लिए कोई खूबियां अब नहीं रही हैं. എന്റെ ബ്രദർ ആ ദേശത്ത് തന്നെ ഉണ്ടല്ലോ, मेरा भाई तो उसी देश में है आज भी. അവിടെ നിന്ന് ഉപയോഗിക്കണമേ. आप उसको इस्तेमाल कर लो. ദൈവം മോശയോട് പറയുകയാണ്, परमेश्वर मूसा से कहते हैं, അന്ന് എന്റെ സമയമല്ലായിരുന്നു. वो मेरा उस समय जो था वो मेरा समय नहीं था. അന്ന് നീ ഉപയോഗിച്ച നിന്റെ ശക്തിയാണ്. उस समय जो है तूने अपनी शक्ति का इस्तेमाल किया है. ഇത് എന്റെ സമയമായിരിക്കുന്നു. मगर आज जो है या अब जो है मेरा समय आ चुका है. ഫറവോന്റെ രാജകൊട്ടാരത്തിലെ കൊച്ചുമകൻ എന്ന് പറയുന്ന അധികാരത്തിലല്ല നീ പോകാൻ പോകുന്നത്. നീ ദൈവത്തിന്റെ മകനായി ദൈവമായിട്ടാണ് ഞാൻ നിന്നെ അയക്കാൻ പോകുന്നത്. अब तुम उस हालेलुया राजमहल के एक या फिर फिरौन के उस पोते के समान नहीं, मगर मैं अपने अधिकार के साथ तुझे वहां पर भेज रहा हूँ. 2021 ചില വ്യക്തികളെ നോക്കി, ചില കുടുംബങ്ങളെ നോക്കി ആത്മാവ് ഈ സമയത്ത് പ്രവചിക്കുന്നു, ഇത് ദൈവത്തിന്റെ സമയവും ദൈവത്തിന്റെ ശക്തിയും നിന്റെ കൂടെ നിൽക്കാൻ പോകുന്നു. 2021 में इस समय हालेलुया परमेश्वर की आत्मा कुछ लोगों से भविष्यवाणी कर रही है कि ये परमेश्वर का समय है, परमेश्वर की सामर्थ आपके साथ आने जा रही है. ദൈവത്തിന്റെ സമയമാകാതെ ഇന്നലകളിൽ നാം പ്രവർത്തിച്ച പല പ്രവർത്തനങ്ങൾക്കും തിരിച്ചടിയേറ്റവരാ നാം. परमेश्वर के समय से पहले ही हालेलुया कल तक को हम अपनी शक्ति के साथ बहुत कुछ करते थे, मगर उन सब में हम पराजय को हम देखे हुए लोग हैं. കഴിവ്, നമ്മുടെ ബുദ്ധി, നമ്മുടെ പണം, നമ്മുടെ ജ്ഞാനം പ്രയോഗിച്ച് പരാജയപ്പെട്ടവരാ നാം. और हमने अपनी बुद्धि, अपनी शक्ति, अपना पैसा लगाकर काफी मेहनत करके काफी पराजयों को हमने सामने देखा है. ഇത് ദൈവത്തിന്റെ പ്ലാൻ, ദൈവത്തിന്റെ സമയമായിരിക്കുന്നു. मगर प्रियो, ये परमेश्वर का समय है, ये परमेश्वर की योजना का समय है.
ദൈവത്തിന്റെ ശക്തി നിന്റെ കൂടെ നിൽക്കാൻ പോകുന്നു. परमेश्वर की सामर्थ आप लोगों के साथ रहने जा रही है। ഹല്ലേലൂയ. हालेलुया। സ്വർഗീയ രാജകൊട്ടാരത്തിൽ അധികാരമായിട്ട് ദൈവം നിന്നെ അയക്കാൻ പോകുന്ന മോശ. परमेश्वर स्वर्गीय हालेलुया उस राजमहल के अधिकार के साथ आपको भेजने जा रहा है। ഫറവോന്റെ കൊച്ചുമോനായിട്ടല്ല നിന്നെ അയക്കാൻ പോകുന്ന, മറിച്ച് ദൈവത്തിന്റെ മകനായിട്ട് ഫറവോന് നിന്നെ ഞാനൊരു ദൈവമായിട്ട് അയക്കാൻ പോകുന്നത്. देखो परमेश्वर कहते हैं कि एक फिरौन के पोते के समान नहीं या उस अधिकार में नहीं, मगर स्वर्ग के परमेश्वर के अधिकार के साथ एक परमेश्वर के जैसे ठहराकर परमेश्वर तुझे भेज रहा है। സാധാരണ ദൈവപ്രവൃത്തി നീ കാണാൻ പോകുകയാണ്. असाधारण परमेश्वर के अद्भुत कामों को आप देखने जा रहे हो। വലിയ മിസ്രൈം രാജ്യത്തിനും അവിടുത്തെ ഫറവോനും അവിടുത്തെ മിസ്രൈമർക്കും ശിക്ഷ വിധിച്ച ദൈവജനത്തെ വിടുവിക്കുന്ന ഒരു വലിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി പുറപ്പെടാൻ തയ്യാറാകുക മോശ. ഇതാണ് ദൈവത്തിന്റെ അരുളപ്പാട്. परमेश्वर ने मूसा से कहा कि फिरौन को और उसकी सेना को और उस देश पर बड़े न्याय को लाने के लिए, उनको दंड देने के लिए तू जल्दी से निकल पड़। ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഇന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ദൈവമക്കളെ, दुनिया के विभिन्न भागों से हालेलुया इस प्रार्थना में शामिल हुए लोगों, പൈശാചിക രാജ്യങ്ങളെ ന്യായം വിധിച്ച് शैतान की मंडलियों का न्याय करते हुए, പിശാചിന്റെ അധികാരങ്ങളെ തകർത്ത് കളഞ്ഞിട്ട് शैतान के अधिकारों को नाश करते हुए, അതിന്റെ ഇടയിൽ കുടുങ്ങിപ്പോയ ഒരു വലിയ ജനത്തെ വിടുവിപ്പാൻ പരിശുദ്ധാത്മാവിന് നമ്മളെ കുറിച്ച് പദ്ധതിയുണ്ട്. और वहां पर फंसे हुए लोगों को बचाने की एक बड़ी योजना जो है परमेश्वर ने हमारे लिए की हुई है। മോശയിലൂടെ ദൈവം ഈജിപ്തിനെ ന്യായം വിധിച്ചു. मूसा के द्वारा परमेश्वर ने मिस्र के देश पर न्याय कराया। അവിടുത്തെ ഫറവോനും അവിടുത്തെ സൈനികരെയും പൈശാചിക മണ്ഡലങ്ങളെ മുഴുവനും തകർത്തു. वहां की हालेलुया फिरौन और उसकी सारी सेना और शैतान की सारी मंडलियों को परमेश्वर ने नाश कर दिया। മോശയുടെ 80ാമത്തെ വയസ്സിൽ അവിടെ കുടുങ്ങിപ്പോയ ഒരു വലിയ ജനത്തെ ദൈവം വിടുവിച്ചെടുത്തു. मूसा जब 80 साल के थे हालेलुया उस उम्र में वहां पर फंसे हुए लोगों को परमेश्वर ने मूसा के द्वारा बचाया। വളരെ ശക്തമായി ഇന്നലെ രാത്രി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എന്നെ കേൾപ്പിച്ചൊരു ദൈവശബ്ദം ഇതായിരുന്നു. कल रात जब मैं प्रार्थना कर रहा था उस समय परमेश्वर ने ये वचन हालेलुया जो मुझे दिया। ഇന്നലകളിൽ ദൈവസമയമാകാതെ പരിശ്രമിച്ച് പരാജയപ്പെട്ടവരുണ്ട്. परमेश्वर ने इस प्रकार कहा कि कल को हालेलुया कल तक अनेक लोग ऐसे थे जिन्होंने अपने परिश्रम से मेहनत किया मगर वे पराजित हुए हैं। 2021 ദൈവത്തിന്റെ സമയവും ദൈവത്തിന്റെ ശക്തിയും നമ്മുടെ കൂടെ ഇരിക്കാൻ പോകുന്നു. मगर परमेश्वर ने कहा कि इस 2021 में परमेश्वर की सामर्थ और परमेश्वर की शक्ति जो है हमारे साथ रहने जा रही है। രാജിക മേഖലകൾക്ക് അഭിഷേകത്തിൽ ഒരു ശിക്ഷ വിധിക്കാൻ ദൈവമക്കൾ തയ്യാറാകുക. शैतान की मंडलियों के ऊपर एक अभिषेक के साथ उनका न्याय करने के लिए आप लोग तैयार हो जाएं। അതിന്റെ ഇടയിൽ കുടുങ്ങിപ്പോയ ഒരു ജനതയെ വിടുവിപ്പാൻ ഒരു വലിയ അഭിഷേകം ഇന്ന് ഈ ശബ്ദം കേൾക്കുന്നവരുടെ മേൽ വരുന്നുണ്ട്. देखो हालेलुया उस अंधकार की शक्तियों में फंसे हुए लोगों को बचाने के लिए एक बहुत बड़ी आत्मिक शक्ति और अभिषेक आज मुझे सुनने वालों के ऊपर परमेश्वर देव भेज रहे हैं। 40ാമത്തെ വയസ്സിൽ നീ പേടിച്ച് നീ ഓടിയെങ്കിൽ 40वें उम्र में यदि तू डर के उस देश को छोड़कर भागा है, ഇത് നിന്നെ ഞാൻ അയക്കുന്നത് നിന്നെ പേടിച്ച് അവരോടാൻ പോകുകയാണ്. अब इस हालेलुया तेरे इतने उम्र में अब मैं तुझे वहां पर भेज रहा हूं, अब वे लोग तुझसे डर कर भागने जा रहे हैं। അല്ലെ ആ പൈശാചിക രാജ്യത്തെ വിറപ്പിക്കുന്ന ഒരു ശുശ്രൂഷയാണ് ദൈവം നിനക്ക് ഏൽപ്പിക്കുന്നത്. उस अंधकार की शक्तियों से भरे हुए उस देश को में हालेलुया उस देश में भी कपकपी लाने वाली, उस देश को भी उलटफेर करने वाला एक बड़ी सेवकाई मैं तेरे द्वारा वहां पर कराऊंगा। ഞാൻ നിന്നെ ഫറവോന് ദൈവമാക്കിയിരിക്കുന്നു. मैं तुझे हालेलुया फिरौन के लिए एक परमेश्वर सा ठहराता हूं। നീ പറഞ്ഞാൽ അതുപോലെ സംഭവിക്കും. जो तू वहां बोलेगा वैसा ही वहां होगा। നീ വിരൽ ചൂണ്ടിയാൽ അതുപോലെ സംഭവിക്കും. वहां पर तू उंगली उठाएगा तो वैसा ही वहां पर होगा। നീ കൈ നീട്ടിയാൽ അതുപോലെ സംഭവിക്കും. यदि तू अपना हाथ वहां पर बढ़ाएगा वहां पर वैसा ही होगा। നീ നോക്കിയാൽ അതുപോലെ സംഭവിക്കും. യെസ്. वहां पर जैसे तू यदि तू देखेगा तो वहां पर तेरे लिए वैसा ही होगा। നീ നടന്നാൽ അതുപോലെ സംഭവിക്കും. जब तू चलेगा तो तेरे लिए अद्भुत होगा। ഹല്ലേലൂയ. हालेलुया ഹല്ലേലൂയ. आमेन സ്തോത്രം. प्रेज द लॉर्ड ഓടാബ ശാന്തല പ്രവനാദി शमन गरिमानिया റിമാന ഖതരലബ ശ कमल मन गरीरी मिनी शदरी आरमन। വലിയൊരു ദൈവശക്തി ജനത്തിന് മേൽ വരുന്നുണ്ട്. परमेश्वर की बड़ी सामत लोगों के ऊपर उतर कर आ रही है। രാമാശുക്രോ ബോധുനിയ ലബ ശംബ്രമന്തി. തയ്യാറാകുക ദൈവമക്കളെ. परमेश्वर के लोगों तैयार हो जाएं। കർത്താവേ ഈ നല്ല സമയത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. परमेश्वर इस अच्छे समय के लिए धन्यवाद करते हैं।
എല്ലാ ദൈവത്തിന്റെ മക്കളെയും കർത്താവെ, ദൈവത്തിന്റെ എല്ലാ കർത്താവെ കുഞ്ഞുങ്ങളെ ദൈവത്തിന്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. परमेश्वर आपके हर एक बच्चों को प्रभु आपके बलवंत हाथों में हम समर्पित करते हैं। സർവശക്തനായ ദൈവമേ, सर्वशक्तिमान परमेश्वर, ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഈ പ്രാർത്ഥനയിൽ ജോയിൻ ചെയ്തിരിക്കുന്ന അങ്ങയുടെ മക്കളെ കർത്താവിന്റെ കരത്തിൽ സമർപ്പിക്കുന്നു. दुनिया के विभिन्न भागों से हालेलुया आपके बच्चों ने जो इस सभा में जो ज्वाइन किया है उन सबों को आपके हाथों में सौंपते हैं। കർത്താവെ, ദൈവത്തിന്റെ ടൈം ആകും മുമ്പ് परमेश्वर आपके समय आने से पहले കർത്താവെ, ഞങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങളുടെ ആഗ്രഹം കാരണം हमारे मन में हमारी इच्छाओं के अनुसार കർത്താവെ ആ സമയത്ത് ഉണ്ടായ കർത്താവെ ചില കാര്യങ്ങൾക്കകത്ത് ഞങ്ങൾ പല കാര്യത്തിന്റെ അകത്ത് ഇറങ്ങിയിട്ടുണ്ട്. കർത്താവെ, परमेश्वर हम अपनी उस इच्छा में उस लगन में हम बहुत काम के लिए निकल पड़े हैं। സമയങ്ങൾക്കൊക്കെ ഞങ്ങൾക്ക് നിരാശയല്ലാതെ മറ്റൊന്നും കിട്ടിയിട്ടില്ല. परमेश्वर उन समयों में जो कुछ हमने किया है उन सारे कामों में हमें केवल निराशा ही मिली है। കർത്താവെ, നാടും വീട്ടുകാരും വിട്ട് ഓടേണ്ട സ്ഥിതി മോശയ്ക്കുണ്ടായതുപോലെയായിരുന്നു. കർത്താവെ, परमेश्वर अपने घर बार अपने देश को छोड़कर जैसे मूसा को भागना पड़ा है वैसे अनुभव हमारे जीवन में भी आए हैं। കർത്താവെ, ഇത് ദൈവത്തിന്റെ സമയമാണല്ലോ. परमेश्वर हम अगर विश्वास करते हैं ये परमेश्वर का समय है। കർത്താവെ, അവിടുന്നാണല്ലോ ഞങ്ങളെ അയക്കുന്നത്. परमेश्वर आप ही हमें भेज रहे हो। അവിടുന്നാണല്ലോ കർത്താവ് ഞങ്ങളുടെ മേൽ അധികാരവും അഭിഷേകവും നൽകിയിരിക്കുന്നത്. परमेश्वर आपने ही हमारे ऊपर अभिषेक को और अधिकार को दिया है। മോശ നിന്ന് ആ മിസ്രൈം രാജ്യത്തിന് ഈജിപ്തിനെ വിറപ്പിച്ച് കർത്താവെ അവിടെ അടിക്കേണ്ടതിനെ അഴിച്ച് ബന്ധിക്കേണ്ടതിനെ ബന്ധിച്ച് കർത്താവെ ശാസിക്കേണ്ടതിനെ ശാസിച്ച് ഒരു ജനത്തെ പുറത്തെടുത്തതുപോലെ ഒരു വലിയ ശുശ്രൂഷ 2021 കർത്താവ് എല്ലാ വ്യക്തികളെ കൊണ്ട് കുടുംബങ്ങളെ കൊണ്ട് അവിടെ നിർവഹിക്കാൻ പോകുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. परमेश्वर जिस प्रकार मूसा के द्वारा उस देश में हालेलुया जिन चीजों को खोलना था आपने खुलवाया, जिसको बांधना था बंधवाया, जिनको डांटना था डांट लगाई, जिसको हालेलुया मारना था उनको मार लगाया। इस प्रकार परमेश्वर ने वहां के लोगों को जिस प्रकार मूसा के द्वारा आपने बचाया, 2021 में हम विश्वास करते हैं हमारे द्वारा भी आप ऐसे अद्भुत कामों को करने जा रहे हो। അവിടുന്ന് കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്ന കൃപയ്ക്കായി സ്തോത്രം. परमेश्वर आप अद्भुत कामों को हमारे जीवन में करने जा रहे हो, उसके लिए हम धन्यवाद करते हैं। എല്ലാ വ്യക്തികളെയും കർത്താവിന്റെ കരത്തിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. हर एक लोगों को परमेश्वर के हाथों में मैं समर्पित करता हूँ। എല്ലാ കുടുംബങ്ങളെയും സമർപ്പിക്കുന്നു. हर एक परिवारों को मैं समर्पित करता हूँ। എല്ലാവരെയും സ്തോത്രം ചെയ്താട്ടെ. सब लोग मिलकर धन्यवाद करें प्रियो। ദൈവത്തിന്റെ ടൈം ആയതോർത്ത് സ്തോത്രം ചെയ്താട്ടെ. परमेश्वर का समय आ चुका है, इसके लिए हम धन्यवाद करें। ഇതിന്റെ ശക്തി കൂടെയുള്ളതോർത്ത് സ്തോത്രം ചെയ്താട്ടെ. परमेश्वर की सामर्थ हमारे साथ है, इसलिए हम धन्यवाद करें। ദൈവം നമ്മളെ പുറപ്പെടുവിച്ചതോർത്ത് സ്തോത്രം ചെയ്താട്ടെ. परमेश्वर ने हमें निकाला है, उसके लिए हम धन्यवाद करें। വീക്ക് വിടുതലുകൾ നടക്കാൻ പോകുന്നവർക്ക് സ്തോത്രം ചെയ്താട്ടെ. परमेश्वर के अद्भुत छुटकारे होने जा रहे हैं, इसके लिए हम धन्यवाद करें। ബ്ലസ് ചെയ്യുന്ന കർത്താവേ ഞങ്ങളുടെ മക്കളെ आपके बच्चों को हम आशीषित करते हैं യേശുവിന്റെ നാമത്തിൽ തന്നെ. यीशु के नाम में ആമേൻ, ആമേൻ. आमीन।